വടകരയിൽ വീട്ടുകിണറിലെ വെള്ളം മലിനമാക്കിയതായി പരാതി. എടോടിയിൽ വടകര പോലീസ് സ്റ്റേഷൻ പരിസരത്തെ പുനത്തിൽക്കണ്ടി സിന്ധു നിവാസിൽ അനൂപിന്റെ വീട്ടിലെ കിണർ വെള്ളമാണ് മലിനമാക്കിയത്. വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. എണ്ണമയം കലർന്ന രീതിയിലുള്ള വെള്ളത്തിന് അസഹനീയമായ ഗന്ധവുമുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ കിണർ വെള്ളത്തിന്റെ നിറം മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അനൂപ് പരിശോധിച്ചത്. തുടർന്ന് വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എൻ്റെ വീട്ടിലെ കിണറിൽ ഞാൻ ഇന്നലെ രാവിലെ വെള്ളം എടുക്കാൻ വന്ന സമയത്ത് വെള്ളത്തിനൊരു കറുപ്പ് കളർ കണ്ടിരുന്നു. ആ സംശയത്തിൽ ഞാൻ വെള്ളം എടുക്കുകയും അതിനുശേഷം വെള്ളത്തിൻ്റെ സ്മെല്ലും പിന്നെ ആ ഒരു എണ്ണമഴവും കണ്ട് അതിനുശേഷം ഞാനത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു പെട്രോളോ ഓയിലോ അങ്ങനെ എന്തോ സംഭവം ഒഴിച്ച പോലെ തോന്നി. അതിനുശേഷം ഞാൻ വടകര സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനൂപ് ഇന്നലെ രാവിലെയാണ് എന്നെ വിളിക്കുന്നത്. സജി, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എൻ്റെ വീട്ടിലെ കിണറ്റിൽ എന്തോ ഒരു സംഗതി ആരോ കലർത്തിയതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു വീട്ടിൽ കിണറ്റിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കിണറ്റിലും വെള്ളത്തിൽ ഒരെണ്ണമഴവും കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ച് അനൂപ് നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അനൂപിന് അങ്ങനെ ഒരു ശത്രുത വരേണ്ട ഒരു സംഗതിയൊന്നും ഇല്ല. പിന്നെ കാലം കുറേയായിട്ട് അനൂപ് ഇവിടെ താമസിക്കുന്നതാണ്. ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു സംഗതിയൊന്നും ഉണ്ടായിട്ടില്ല. എന്തു തന്നെയായാലും ഒരു കുടിവെള്ളത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീചപ്രവൃത്തി ചെയ്യുന്നത് ആരായാലും അതിൻ്റെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണമെന്നും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരിവിടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.